നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ല നല്ല മുരുമുരാന്നുള്ള പൊരിഞ്ഞ ദോശ. അപ്പോൾ നമുക്ക് വലിയ അധ്വാനമില്ല. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനായിട്ട് ഒരു ഗ്ലാസ് പച്ചരി വെള്ളം നമുക്ക് കുതിർത്തെടുക്കണം. അതിൻ്റെ കൂടെ അതേ ഗ്ലാസ്സിൽ അര ഗ്ലാസ് തുമരപ്പരിപ്പ് ഇട്ടിട്ട് നമുക്കിത് ഓവർനൈറ്റ് അങ്ങ് കുതിരാൻ വയ്ക്കുകയാണ്. ഇപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. ഇത് കണ്ടോ, നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. പരിപ്പും അരിയും എല്ലാം നല്ലതായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു 3-4 മുളക് കൂടെ നമുക്ക് വേണമെങ്കിൽ ഇടാം. എരിവ് അധികം വേണ്ടാത്തതുകൊണ്ട് ഞാനതുകൊണ്ട് മുളക് ഇട്ടിട്ടില്ല. അല്ലെങ്കിൽ മുളക് കൂടെ കുതിർത്ത് കഴിയുമ്പോൾ രാവിലെ നമുക്കിതങ്ങ് അരച്ചെടുത്താൽ മതിയാവും. അപ്പം കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും തുമരപ്പരിപ്പും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് പുളിക്കാനൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്കപ്പോൾ തന്നെ ദോശയൊക്കെ ചുട്ടെടുക്കാവുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തു. ഒരല്പം കായം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു സ്വാദ് കിട്ടും ഇതിന്. പിന്നെ ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. അരയാൻ ആവശ്യമുള്ള വെള്ളം, ഒരു ഗ്ലാസ് വെള്ളത്തോളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. രാവിലെ എളുപ്പമല്ലേ, നമുക്കിത് അരച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചുട്ടെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരു 10 മിനിറ്റ് വെച്ചിട്ടുള്ളായിരുന്നു. നമുക്ക് ചട്നിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ആ സമയം മതിയാവും. അപ്പോൾ ഇതിന് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ദോശയുടെ പാകം പോലെ വെള്ളം പാകത്തിനൊഴിച്ച് ഇളക്കിയെടുക്കണം. അതിലേക്ക് ഞാൻ മുളക് ചേർക്കാത്തതുകൊണ്ട് ഒരല്പം കളറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ദോശയ്ക്കൊരു കളറിനൊക്കെ എന്നുള്ളതേ ഉള്ളൂ. ഒരു പ്രാചീനകാല വിഭവമാണിത്. പണ്ടൊക്കെ ഉണ്ടാക്കാറുള്ളതാണ്. രാത്രി ഇതുപോലെ ഇട്ടിട്ട് രാവിലെ അരച്ചുണ്ടാക്കുക. അപ്പം കല്ല് ചൂടായി വരുമ്പോൾ നമുക്കിതുപോലെ ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ടിന്നായിട്ട് പരത്തിയെടുക്കണം. അതിനുശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒരല്പം സമയം വെച്ച് കൊടുത്താൽ അത് നന്നായിട്ട് മുരിഞ്ഞു വരും. മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് നെയ്യോ എണ്ണയോ നമ്മൾ ഉപയോഗിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് എണ്ണ ഇപ്പോൾ ഉപയോഗിക്കുക എന്നുള്ളതുകൊണ്ട് കുറച്ച് ചേർക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നല്ല മുരിഞ്ഞ ദോശ നമുക്ക് ഇതുപോലെ തയ്യാറാക്കാം. കണ്ടില്ലേ, ഒരു സൈഡ് മാത്രം ഇത് നമുക്ക് കുക്ക് ചെയ്താൽ മതിയാവും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ വളരെ ഈസി ആയിട്ട് നമുക്കിതുപോലെ തയ്യാറാക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അല്ലേ പൊരിയൻ ദോശ. ഇങ്ങനെ ബാക്കിയിരിക്കുന്ന മാവ് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പം ഞാൻ തയ്യാറാക്കിയ ദോശ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? വളരെ ഈസിയാണല്ലേ. നമുക്ക് പൊരിഞ്ഞ ദോശയാണെങ്കിൽ നമുക്കൊരു അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്കിത് തയ്യാറാക്കാം. ഇതിന് ചട്നിയോ കറിയോ ഏതാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ എടുക്കാവുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.